ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഹെൽത്തി ലൈഫ് നമുക്ക് എങ്ങനെ ഓരോരോ ദൈനംദിന കാര്യങ്ങളിലും ഹെൽത്തി ലൈഫ് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളിപ്പം ഡെയിലി നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കുന്നു, അതെല്ലാം ഡെഫിനറ്റ്ലി നമുക്കും അറിയാം വളരെയധികം പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് വെണ്ടയ്ക്കയൊക്കെ പണ്ട് നമുക്ക് വീട്ടിലായാലും നമ്മൾ വാങ്ങിക്കുന്നതിലായാലും വെണ്ടയ്ക്കൊക്കെ എപ്പോഴും പുഴുക്കുമായിരുന്നു. കാരണം അതിനകത്ത് കൂടുതൽ കീടനാശിനികൾ നമ്മൾ അടിക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുഴുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വന്ന കാലത്ത് വെണ്ടയ്ക്കയൊക്കെ എടുത്താൽ വളരെ ഫൈൻ ആൻഡ് പെർഫെക്റ്റ് ആണ്. നല്ല വെണ്ടയ്ക്ക കിട്ടിയതിൽ സന്തോഷിക്കേണ്ട, അത്രയും പെസ്റ്റിസൈഡ്സ് ഒരു ജീവി പോലും കടക്കാത്ത വിധത്തിൽ പൂക്കുന്ന സമയത്തെ ആ ഒരു കീടനാശിനി പ്രയോഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഈ കീടനാശിനി ഉള്ള ഈ പച്ചക്കറികൾ നമുക്ക് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ അതിനകത്ത് ഒരു ഏകദേശം, മൊത്തത്തിൽ നമുക്ക് കളയാൻ പറ്റത്തില്ലെങ്കിലും ഒരു ഏകദേശം ഒരു 85% അതിൻ്റെ ആ ഒരു വിഷാംശം കളയുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള കീടനാശിനി പ്രയോഗം നടത്തിയ പച്ചക്കറികളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ അതൊരു വിപത്തായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, നമുക്ക് പണ്ട് എന്താണ് പറയുന്നത്, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒരുപാട് കഴിക്കണം, പല അസുഖങ്ങൾക്കും ഓരോരോ പച്ചക്കറികൾ ഇന്നതിന് നല്ലതാണ്, ഓരോ അവയവങ്ങൾക്കും ഇന്ന പച്ചക്കറികൾ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വന്ന കാലത്ത് നമുക്കതിനെ ഒന്നും വിശ്വസിക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മൾ കടയിൽ നിന്ന് വരുമ്പം തന്നെ അതിനകത്തൊരു വെളുത്ത പൊടി, ഒരു പൗഡറാണ് അവർ ഇട്ടേക്കുന്നത്. അത് നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ വല്ലാതെ ചൊറിയും, ഒരു ഇച്ചിങ് ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ സലാഡ് കുക്കുംബറിനകത്തും ഇതേ പൊടി കാണാറുണ്ട്. അതൊക്കെ വളരെ വിഷാംശമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ വെണ്ടയ്ക്ക എടുത്തിട്ട് നോർമൽ പൈപ്പ് വെള്ളത്തിൽ, ഒഴുക്ക് വെള്ളത്തിൽ കഴുകുക വെച്ചിരിക്കുന്നു. കഴുകുമ്പം തന്നെ എനിക്ക് ഈ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നല്ലതുപോലെ കയ്യിൽ നല്ല ഇച്ചിങ് വരാറുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് വലിയ പാത്രത്തിൽ കുറച്ച് അധികം വിനാഗിരി ഒഴിക്കാം. ഇത് ഞാൻ വലിയ ബോട്ടിൽ വിനാഗിരി, അതിനകത്ത് പച്ചക്കറി വാഷ് ചെയ്യാൻ തന്നെ പറ്റും, വൈറ്റ് വിനിഗറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊഴിച്ചു. ഇതിലേക്ക് നമുക്ക് ഈ പച്ചക്കറി ഇടാം. ഇതിലെ കുറച്ച് മുന്നിക്കിടക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മുക്കി വെച്ചേക്കണം കേട്ടോ, മിനിമം അരമണിക്കൂർ. എന്നാലേ ഇതിനകത്ത് ഒരു ഏകദേശം ഒരു വിഷാംശം പോവുള്ളൂ. ഇതിലൊന്നും എനിക്ക് തൃപ്തിയാകില്ല. ഞാനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാറുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് വിഷാംശം കളയാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ മഞ്ഞൾപ്പൊടി, എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നല്ലപോലെ വയ്ക്കുക. ഏത് പച്ചക്കറി എടുത്ത്, പ്രത്യേകിച്ചും ഇല വർഗ്ഗങ്ങൾ, ചീര പോലുള്ള കറിവേപ്പില പ്രത്യേകിച്ച് ഇങ്ങനെ മുക്കി ഇടണം കേട്ടോ. അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം മാത്രമേ നമുക്ക് നല്ലതുപോലെ പൈപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ കണ്ണുള്ള പാത്രമില്ലേ, അതിനകത്ത് കഴുകി, എന്നുവെച്ചാൽ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം പൈപ്പ് തുറന്ന് നല്ലപോലെ ശക്തിയായിട്ട് ഒഴുകുന്ന വെള്ളം ഇങ്ങനെ തുറന്നിട്ടിട്ട് കഴുകുക. നല്ലപോലെ കഴുകി ഒരു 5-6 പ്രാവശ്യങ്ങളും കഴുകിയെടുത്ത് അതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവൂ. അപ്പോൾ എല്ലാവർക്കും ഇൻഫർമേഷൻ ഉപകാരപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.